ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു സാധനമാണ്. കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില വസ്തുക്കൾ ഇന്നുള്ള തലമുറയിൽപ്പെട്ട പലർക്കും അറിവില്ല. കാരണം അവരത് അറിയേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല. ഞാൻ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളം എന്ന് പറയുന്നത് എന്താണ്? കേരം തെങ്ങും കേരള നാട്, അതായത് ഇഷ്ടംപോലെ തെങ്ങുള്ള കേരളത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്നത് എന്നുള്ള അഭിമാന പുരസ്കാരം പറയാവുന്നൊരു സംഭവമാണ് കേരളം. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ തെങ്ങ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെങ്ങിന് ഒരുപാട് ദോഷമുള്ള ജീവികളും ഫംഗസുകളും ഒക്കെ അതിനകത്ത് ബാധിച്ച് അതിനെ നശിപ്പിക്കുകയാണ്. വൈറസുകളായാലും ഫംഗസുകളായാലും. അതിനോടൊപ്പം തന്നെ ചെല്ലി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ചെല്ലി. ആ ചെല്ലി അതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാമ്പ് മുഴുവൻ തിന്ന് തീർത്ത് നമുക്ക് ആ തൈ ഇല്ലാതെയാക്കി തരും. അത് മരമായാലും തൈ ആയാലും ഒരുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഫംഗസുകളോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ഒക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മരുന്ന് പ്രയോഗത്തിലൂടെ, രാസവള പ്രയോഗത്തിലൂടെ, മരുന്ന് പ്രയോഗത്തിലൂടെയൊക്കെ നമുക്കതിനെ നശിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ ചെല്ലിയെ പെട്ടെന്ന് നമുക്ക് തുരത്താൻ വലിയ പ്രയാസമാണ്. അതിന് മരുന്ന് തളിച്ചാൽ പോലും അവ വീണ്ടും വന്ന് അവിടെ അടിയും. അപ്പോൾ അവ വന്ന് കൂടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കണ്ടെത്തി അവയെ നശിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത് ഏതൊരു കർഷകനും ആവശ്യമായ ഒരു കാര്യവുമാണ്. ചെല്ലി ചാണകത്തിലായാലും വളർന്നു വരാം. തെങ്ങിന് നമ്മൾ ഉണ്ടാക്കുന്ന വിടവുകൾ, മുറിവുകൾ ചെല്ലി മുട്ടയിടുന്നത് അങ്ങനെയുള്ള ഭാഗത്താണ് എന്നുള്ളൊരു പ്രത്യേകതയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ചാണകം വാരുമ്പോൾ അതിനകത്ത് കുണ്ടളപ്പുഴു എന്ന് പറയുന്നൊരു സാധനത്തെ നമ്മൾ കാണാറുണ്ട്. കുണ്ടളപ്പുഴു, വലിയ കുണ്ടളപ്പുഴു, വെളുത്ത പുഴുവാണ്, വലിയ ഘനമുള്ളൊരു പുഴുവാണ്. ആ സാധനം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചാണകം കൂട്ടിക്കിടക്കുന്ന സ്ഥലത്തിനുള്ളിൽ, നമ്മുടെ ചാണക പുരയാണെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ കൂടെ അതിനെ കുത്തി ഇളക്കി, നമ്മളത് ജൈവവളത്തിന് വേണ്ടിയിട്ട് കുത്തി ഇളക്കി ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇവർ വന്നു കൂടും. അതിനകത്ത് മുട്ടയിടും, അല്ലെങ്കിൽ അതിൻ്റെ ലാർവയെ അതിനകത്ത് കൊടുക്കും. ആ ലാർവ വളർന്നു വരുമ്പോഴാണ് കുണ്ടളപ്പുഴു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുന്നത്. കുണ്ടളപ്പുഴു വളർന്നു വരുമ്പോഴാണ് ചെല്ലി എന്ന് പറയുന്ന ആ ശത്രുവായ ഒരു ജീവി, അതായത് നമ്മുടെ കേരളത്തെ നശിപ്പിക്കുന്ന ഏറ്റവും ശക്തിയുള്ളൊരു ജീവിയായിട്ടത് മാറും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയുള്ളൊരു ജീവിയെ നശിപ്പിക്കാൻ മുൻകാലങ്ങളിലും നമുക്ക് പല സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെല്ലിക്കോൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ചെല്ലിക്കോല് കേട്ടിട്ടുണ്ടായിരിക്കാം പലരും. ഇന്നലത്തെ തലമുറയിലുള്ളവരൊന്നും എല്ലാവരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറിയണമെന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷേ അറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ചെല്ലിക്കോല് ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു? ഈ ചെല്ലിയെ ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ആ തെങ്ങിൽ നിന്ന് കുത്തിയെടുത്ത് കളയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയിട്ട് എവിടെയാണ് ചെല്ലി ഇരിക്കുന്നത്, ചെല്ലി ഇറങ്ങുന്ന ഭാഗം നമുക്ക് തുറന്നു വയ്ക്കുന്ന ഭാഗം നമുക്കറിയാം. ആ ഭാഗത്തു കൂടി നമ്മൾ ചെല്ലിക്കോല് കുത്തി ഇറക്കിയിട്ട് നമ്മൾ ആ ചെല്ലിയെ പിടികൂടും. ഇല്ലെങ്കിൽ ഈ ചെല്ലി വീണ്ടും അടുത്ത തെങ്ങിലേക്ക് വീണ്ടും ചെന്ന് കയറുകയും ചെയ്യും. അതോടൊപ്പം കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൂടുതൽ തെങ്ങിലേക്ക് അത് പ്രസരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തെങ്ങിൽ വന്നു കൂടിയ ചെല്ലിയെ നമ്മളെ എങ്ങനെ പിടികൂടും എന്നുള്ളതാണ്. അതിനെ എങ്ങനെ നമ്മുടെ തെങ്ങിൽ ഒരു ചെല്ലി ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ ഈ ചെല്ലിക്കോലെന്ന് പറയുന്നത് ലോഹത്തിലൊന്നും ആയിരുന്നില്ല നിർമ്മിച്ചിരുന്നത്. അത് നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ കീറ്റ്, അതായത് അടയ്ക്കാമരത്തിൻ്റെ അലക് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു ഭാഷ അതാണ്, അലകെന്ന് പറയും. അല്ലെങ്കിൽ തെങ്ങിൻ്റെ അലകൊക്കെ എടുത്തിട്ട് അതിൻ്റെ അഗ്രഭാഗത്തൊരു മുനയുണ്ടാക്കിയിട്ട് അതിനൊരു ചെറിയ വെട്ടുമൊക്കെ കൊടുത്ത് അതുകൊണ്ടൊക്കെ ആയിരുന്നു മുൻകാലങ്ങളിൽ. പനയുടേത് അത്രയും ചെത്തിയെടുക്കാൻ പ്രയാസമായതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. നമ്മുടെ കാലഘട്ടങ്ങൾ മാറി മാറി വന്നപ്പോൾ ലോഹങ്ങളായി വന്നു. ഇരുമ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇരുമ്പിൽ ചെയ്താൽ അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ സാധനം ആവശ്യം കഴിയുമ്പോൾ എവിടെയെങ്കിലും എടുത്തങ്ങ് കളയും, അത് തുരുമ്പെടുത്ത് പോകും. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിട്ട് വരും. പണ്ട് ചാണകം തളിക്കുന്ന വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ടൈലിട്ട വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അന്ന് ഓടുമേഞ്ഞതും ഓലമേഞ്ഞതുമായിട്ടുള്ള വീട്ടിലുള്ളവർ ഇന്ന് കോൺക്രീറ്റ് ചെയ്തതും അതിൻ്റെ മേളിൽ ഓടുമേഞ്ഞതുമായിട്ടുള്ള വീട്ടിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. എല്ലാം ഉപരിയായിട്ട് ഏറ്റവും താഴെ സംവിധാനത്തിൽ ഒരു ഷെഡിൽ താമസിക്കുന്നവർ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെന്നും സൂക്ഷിച്ച് കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളാവുന്ന, അതായത് കേര കർഷകന്
കേരളത്തിൻ്റെ മക്കൾക്ക് കൂടെ കൊണ്ട് നടക്കാനൊക്കുന്ന ഒരു സാധനമാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണത്. ഇതിൻ്റെ പേരാണ് ചെല്ലികുത്തി എന്ന് പറയുന്ന സാധനം. ഈ ഒരു സാധനമാണ് ചെല്ലികുത്തി എന്ന് പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല അടിപൊളി ഒരു സാധനം. നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാവുന്നതും തുരുമ്പ് പിടിക്കാത്തതുമായ ഒരു സാധനമാണ്. ഈ ചെല്ലികുത്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? ഇതിൻ്റെ അഗ്രഭാഗം കണ്ടോ? നല്ല മൂർച്ചയേറിയ ഭാഗമാണ് അഗ്രഭാഗം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല മൂർച്ചയേറിയ ഭാഗമാണ് അഗ്രഭാഗം. അതിനൊരു ചെറിയ കൊളുത്ത്, നമ്മുടെ എന്താ പറയുന്നത്, മീൻ പിടിക്കുന്ന ചൂണ്ടയ്ക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ കൊളുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെല്ലിയെ ഉടക്കി നമുക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും ചെല്ലി നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഈ റാഡിൽ നല്ല ഒരു ഹാൻഡിൽ, അത് SS പൈപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. SS ആണ് അതിൻ്റെ ഹാൻഡിൽ, SS ആണ്. SS ബോൾ, അതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു SS ബോളും അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. 85 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. 85 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മൊത്തം ലെങ്ത്. ഇതുകൊണ്ട് നമുക്ക് പല ഉപയോഗമുണ്ട്. നമ്മുടെ പുരയിടത്തിലെ ജൈവ വസ്തുക്കളെ നമുക്ക് ശേഖരിക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് കുത്തിയെടുത്ത് മാറ്റുന്നതിന് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. നല്ല മൂർച്ചയേറിയ ഒരായുധമായിട്ടാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇത് നമ്മൾ ചെല്ലിയെ എങ്ങനെയാണ് നമ്മൾ ചെല്ലിയെ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ചെല്ലി ഇല്ലാത്തൊരു തെങ്ങാണ്. ഇത് ഞാനിപ്പോൾ ഒരു തൈത്തെങ്ങാണ് കാണിക്കുന്നത്. വലിയ തെങ്ങാണെങ്കിൽ മുകളിൽ കയറി വേണം അതിൻ്റെ വീഡിയോ എടുക്കാൻ. അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് താഴെ നിന്നുകൊണ്ട് കാണിക്കുന്നത്. സാധാരണ ചെല്ലി വരുന്നത് ഈ തെങ്ങുകളുടെ നാമ്പിൽ, നാമ്പോല എന്ന് പറയുന്നത് ഇതുപോലെ വരുന്നതാണ് നാമ്പോല എന്ന് പറയുന്നത്. ഈ നാമ്പോലയുടെ അടിയിലാണ് ചെല്ലികൾ കൂടുന്നത്. ഈ ഭാഗത്ത് ചെല്ലികൾ വന്ന് കൂടും. ഇതിനടിയിൽ നിന്ന് പണി തുടങ്ങും. അവരിവിടെ അകത്തിറങ്ങിയിരുന്നിട്ട് അവിടെ ഇരുന്ന് തുരന്ന് തിന്ന് അടുത്ത നാമ്പ് വരുമ്പോഴും അവർ അതിനെ തിന്ന് നശിപ്പിച്ചാണ് മുകളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ നീക്കം ചെയ്യാൻ നമുക്ക് ഈ ചെല്ലിക്കോല് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാമ്പോലയും അതിന് മുൻപുള്ള കൈയും അത് തമ്മിലുള്ള ഇടയിലേക്ക് നമ്മളിത് താത്തു കൊടുക്കണം ആദ്യം. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. അതല്ലെങ്കിൽ അതിനിപ്പുറത്ത് ഉള്ള കൈയിലേക്ക് നമ്മൾ താത്തു കൊടുത്താൽ അതിനുള്ളിൽ കാണും ചെല്ലിയുള്ള തെങ്ങിൽ. ഏത് ചെല്ലിയുള്ള തെങ്ങിലാണെങ്കിലും അതിനുള്ളിലാണ് അവരിയ്ക്കുന്നത്. ഈ മുനയ്ക്കുള്ളിൽ കുരുങ്ങിയിട്ട് അതിനെ നമുക്ക് വലിച്ച് തിരിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവരാൻ കഴിയും. രാത്രിയിൽ അവർ സഞ്ചരിക്കുന്നവരാണ്. പകൽ സമയത്താണ് ഇവർ ഇതിനുള്ളിലുണ്ടാവുക. അപ്പോൾ പകൽ സമയത്ത് തന്നെ വേണം ഇവരെ നമ്മൾ പിടികൂടാനുള്ളത്. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ഒരു ചെല്ലിയുടെ ശല്യം കുറയും. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്ത് അടുത്ത കൈ, ഒരു കൈ ആയിരിക്കത്തില്ല, 2 കൈ കാണും. 2 കൈയിലുണ്ടെങ്കിൽ 2 കൈയിലുള്ളത് നമ്മൾ ഇതുപോലെ എടുത്താൽ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ട് നമുക്കതിനെ നീക്കം ചെയ്യാൻ കഴിയും. അങ്ങനെ കുറേശ്ശെ നീക്കം ചെയ്താൽ നമ്മുടെ പറമ്പിൽ ഒറ്റയടിക്കൊന്നും നമുക്ക് ചെല്ലിയെ തീർക്കാൻ കഴിയില്ല. കാരണം ചെല്ലി എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം ജീവിക്കുന്ന സാധനമല്ല. അതിങ്ങനെ മാറി പോകുന്നതാണ്. അതെല്ലാ സമയത്തും എല്ലാ തെങ്ങിലും കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് കുറച്ച് ദിവസം പ്രയത്നപ്പെട്ടെങ്കിൽ മാത്രമേ ചെല്ലിയെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. അതിന് രാസമരുന്ന് ഉപയോഗിച്ചാലൊന്നും സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ട് ഇതുവരെ അങ്ങനെ ചെല്ലിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെല്ലിക്കോലെന്ന് പറയുന്ന ഈ ഒരു സാധനം വളരെ പ്രയോജനപ്പെട്ടൊരു സാധനമാണ്. നമ്മുടെ ഒരു തെങ്ങിലെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ കഴിയുമെങ്കിലും അതിൽ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അടുത്തുള്ള പല തെങ്ങിലും ഈ ചെല്ലി ചെന്ന് മുട്ടയിട്ട് വളരാനുള്ള അവസരം നമ്മൾ കൊടുക്കാതെ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊരു നല്ല കാര്യം ചെയ്യാൻ കൂടി നമുക്ക് കഴിയും. ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു സാധനമാണ്. കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതാണ്. ഈ സാധനം ഉപയോഗപ്രദമായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.